നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് കേരളത്തിലെ സിനിമാ നടന്മാർക്കിടയിലുള്ള പീഡകരെയൊക്കെ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരും, എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് വന്ന ഒരു ഇരയുണ്ട്. ഒരുപാട് നടന്മാർക്കെതിരെ ആ ഇര പരാതി നൽകിയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ആ ഇര പരാതി പിൻവലിച്ചേക്കുവാണ്. വളരെ ബ്രേക്കിംഗ്. മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ പരാതികൾ പിൻവലിക്കുകയാണെന്ന് പരാതിക്കാരിയായ നടി. തനിക്ക് സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ലെന്ന് ആക്ഷേപം. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ ഇമെയിൽ അയക്കുമെന്ന് നടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരാശയോടെ അല്ലാതെ ഈ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എത്രയെത്ര ആൾക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇരയായിരുന്നു. എന്നാലും വളരെ കഷ്ടമായി പോയി. ഏതായാലും ആ ഇരയ്ക്ക് ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് എന്നും കൂടി നമുക്ക് കേൾക്കാം. പിൻവലിക്കാം. കാരണം എന്താ, ആ പോക്സോ കേസ് കള്ളക്കേസാണ്. അതിനെക്കുറിച്ച് എത്ര നാളായിട്ടും ഈ ലോകത്തിന്റെ മുമ്പിൽ എന്നെ നാട്ടിച്ചു. സത്യമാണോ എന്ന് കണ്ടുപിടിക്കാനോ ഈ കള്ളക്കേസ് ഒന്ന് പൊക്കാനോ അവളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഗവൺമെന്റാണ് എന്നെ രക്ഷിക്കേണ്ടത്, അല്ലേ? എനിക്ക് അത്രയും സത്യം കണ്ടിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. എല്ലാം പിൻവലിക്കുക. ഞാനൊരു കേസിന് ഞാൻ തന്നെ ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ സംഭവത്തിനൊന്നും ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ നാട്ടുകാരും എല്ലാവരും എന്നെ കല്ലെറിയല്ലേ ചെയ്ത് നടപടി എടുക്കാനുള്ള പരിപാടിയായിരുന്നു. കുങ്കുല്യമാടത്തിന് എഴുതി കൊടുക്കും. പോക്സോ കേസിൽ അനങ്ങാതിരുന്നോണ്ട് ഗവൺമെന്റ് അനങ്ങിട്ടില്ല ഈ നിമിഷം ഇത്ര സമയത്തും. അപ്പൊ ഇവളുടെ പുറകിൽ ആരാണ് കളിച്ചവൻ? പാർട്ടിക്കാരായിരിക്കുമല്ലോ. മുകേഷോ ജയസൂര്യോ ഇവരൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അവളെ ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ അറിയാം, സത്യാവസ്ഥ അറിയാവുന്നേ ഉള്ളൂ. പിന്നെ ഗവൺമെന്റിന് വലിയൊരു നഷ്ടമല്ലേ ഇതിലൂടെ വന്നത്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തുവാ പറയേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദേഷ്യമാണ് തോന്നുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ. എത്ര പരാതികളാണ് ഈ ഒരു പരാതിയുടെ പുറകെ മുങ്ങിപ്പോയെന്നറിയാമോ? നീതി കിട്ടേണ്ട എത്ര പേരുടെ കേസ് കിടക്കുമ്പോഴാണ് ഇവരുടെ ഈ കേസ് ആൾക്കാർ പരിഗണിച്ചത്. പോലീസുകാരുടെ വിലപ്പെട്ട സമയം പാഴായി. പോലീസുകാർ ഇതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തതാണ്. കോടതി വരെ എത്തിയ കേസാണ്. ഒത്തിരി നടന്മാർക്കെതിരെയാണ് കേസ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ കോടതി വരെ എത്തിയ കേസാണ്. കോടതിയുടെ വിലപ്പെട്ട സമയം പാഴായി. ഇതൊക്കെ എന്തോ കുഞ്ഞുകളിയാണെന്നാണോ ഇവരൊക്കെ വിചാരിച്ചേക്കുന്നത്? ഈ രീതിയിൽ ഇങ്ങനെ കുറെ കേസും കൊണ്ടൊക്കെ രംഗത്ത് വരുന്ന സമയത്ത് ഇവിടെ നീതി കിട്ടേണ്ട സ്ത്രീകളുടെ കാര്യമോ? അവരോട് ചെയ്ത ഏറ്റവും വലിയൊരു ചതിയല്ലേ? ഇപ്പൊ പലരുടെയും ബാങ്ക് അക്കൗണ്ടൊക്കെ പരിശോധിക്കണം. അപ്പൊ അറിയാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത്. ഇതിനെയൊക്കെ പുറകെ നടന്ന യഥാർത്ഥത്തിലുള്ള സത്യം എന്താണെന്നുള്ളത്. ഇപ്പൊ പറയുന്നത് എനിക്ക് വയ്യ, ഞാൻ ഇനി കേസിന്റെ പുറകെ ഒന്നും നടക്കുന്നില്ല. കേസിന്റെ പുറകെ നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആദ്യമേ കേസ് കൊടുക്കാൻ വേണ്ടി വരരുതായിരുന്നു. ഇങ്ങനെ ആരോപണവുമായിട്ട് രംഗത്ത് വരരുതായിരുന്നു. കുറച്ച് മീഡിയ കവറേജിനും കുറച്ച് പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ട് ഇവർ ഈ കാണിച്ച ഈ വൃത്തികേടിനെതിരെ കേസ് എടുത്തിട്ട് ഇവരെ അകത്തിടണം. അതാണ് ചെയ്യേണ്ടത്. ഒരുപാട് കേസുകൾക്ക് ഉപയോഗിക്കാവുന്ന സമയമാണ് ഇവരുടെ ഈ കേസിന് പുറകെ നടന്നില്ലാതെ ആയിപ്പോയത്. നമ്മുടെ നിയമ സംവിധാനമൊക്കെ തന്നെ നോക്കുകുത്തികളാണെന്നും കുഞ്ഞു കളിക്കാനുള്ള എന്തോ സംഭവമാണ് എന്ന് വിചാരിച്ചതുകൊണ്ടല്ലേ ഇവർ ഇങ്ങനത്തെ ഒരു പരിപാടി ഇങ്ങോട്ട് രംഗത്ത് വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ? ഇതിനെതിരെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. മാധ്യമങ്ങൾക്ക് ഇന്നൊരു വാർത്തയായി. ബിഗ് എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ കൊടുക്കുന്നുണ്ട്. മുകേഷ് അറിഞ്ഞായിരുന്നോ, ജയസൂര്യ അറിഞ്ഞായിരുന്നോ, ആരെങ്കിലും അറിഞ്ഞായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി.